അപ്പോൾ നിങ്ങളുടെ എല്ലാ ഫോട്ടോസും എങ്ങനെയാണ് സിനിമാറ്റിക് ഡാർക്കായിട്ട് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ നോക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഫുള്ളായിട്ട് ഇരുന്ന് കാണുക. അപ്പോൾ നമ്മൾ വേണ്ട ഫോട്ടോ ആദ്യം തന്നെ ലൈറ്റ് റൂമിൽ ഇമ്പോർട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ട് ചെയ്ത ശേഷം പിന്നെ താഴെ കുറച്ച് ഓപ്ഷൻ ഉണ്ട്. അതിൽ എഡിറ്റിൻ്റെ ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ വെച്ചാൽ ലൈറ്റിൻ്റെ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. അപ്പോൾ അതിൽ ഫസ്റ്റ് ഓപ്ഷനാണ് എക്സ്പോഷർ ഒരു -1.73 74 ആ ഒരു റേഞ്ചിൽ വെക്കുക. അതൊന്ന് കറക്റ്റായിട്ട് വെക്കുക. 1 സെക്കൻഡ്. ഒരു 74 ഒക്കെ വെച്ചതെന്ന് വെച്ചാൽ അത് പക്കയാണ്. അപ്പോൾ ഇനി കോൺട്രാസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ ഒരു +94 ആ ഒരു റേഞ്ചിൽ വെക്കാമെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വീഡിയോ ഫസ്റ്റ് തൊട്ടൊന്ന് കാണുക. അപ്പോൾ ഇതൊരു 94 വെക്കുക പ്ലസ്. പിന്നെ അടുത്ത ഹൈലൈറ്റ്സ് ആണ്. ഹൈലൈറ്റ്സിൻ്റെ ഒരു താഴ്പോയാണ് കുറച്ച് സ്ക്രോൾ ചെയ്താൽ മതി. ഹൈലൈറ്റ് ഒരു -100 ആക്കി വെക്കുക. ഫുള്ളായി എന്നിട്ട് കുറച്ച് വയ്ക്കുക. ഓക്കെ, -100 അതൊന്നാക്കിയിട്ട് പിന്നെ ഷേഡോസ് ഉണ്ട്. അപ്പോൾ ഷേഡോസ് അത്യാവശ്യം ഒരു +45 ആ ഒരു റേഞ്ചിലേക്ക്. അത് ഓക്കെ, 45 ആ റേഞ്ചിലേക്ക്. പിന്നെ വൈറ്റ്സ് കാരണം വെച്ചാൽ അതിൽ ചെറിയൊരു വൈറ്റിൻ്റെയും ബ്ലാക്കിൻ്റെയും കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അതൊരു -1 ആക്കി കൊടുക്കുക. ഇനി അപ്പോൾ ബ്ലാക്ക് ഒരു +90 ആ ഒരു റേഞ്ചിൽ കൊടുക്കുക. അതും കൂടി കൊടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലൈറ്റിൻ്റെ ഭാഗത്തുള്ളത് അത്യാവശ്യം കഴിഞ്ഞു. ഇനി ഒന്നുകൂടെ നമുക്കിതിൽ ചെയ്യാനുണ്ട്. പിന്നെ ഇതിന് ശേഷം നമുക്ക് ഇനി ചെയ്യാനുള്ളത് കളറാണ്. കളറിൽ നമ്മൾ നോക്കിയെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഉണ്ടാവും. ടെമ്പറേച്ചർ ഏത് റേഞ്ചിലാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇനി അടുത്തുള്ള ടിൻ്റാണ്. ടിൻ്റ് ഒരു +6 ആ റേഞ്ചിൽ കൊടുക്കാവുന്നതാണ്. നിങ്ങളൊന്ന് ഈ റൈറ്റ് സൈഡ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. ഓരോ ടച്ചിനും ഈ +2 പറഞ്ഞിട്ട് അങ്ങനെ ഇല്ലെങ്കിൽ -2 പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ്. ഒരു +6 ഒക്കെ കൊടുക്കാവുന്നതാണ്. പിന്നെ താഴത്തെ ഓപ്ഷനാണ് വൈബ്രൻസ്. ആ വൈബ്രൻസ് ഒരു +44 ഒക്കെ കൊടുക്കുക. അതൊന്ന് സ്ക്രോൾ ചെയ്ത് പോകാൻ മതി, കാരണം കുറച്ച് കൂടുതലുള്ളത്. പിന്നെ സാറ്റുറേഷൻ ഒരു -7 ആ റേഞ്ചിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് വെച്ചാൽ നമ്മുടെ കളറിൻ്റെ അത്യാവശ്യം പകുതി കാര്യങ്ങളൊക്കെ തീർന്നു. പക്ഷേ ഇനിയും നമ്മൾ മെയിൻ സംഭവത്തിലേക്ക് പോകാൻ പോകണം. അതിനായിട്ട് നമ്മൾ ഈ ലൈറ്റിൻ്റെ ഓപ്ഷൻ കണ്ടില്ലേ, അതിൽ ടച്ച് ചെയ്യുക. എന്നിട്ട് അതിന് മുകളിൽ കർവ് കണ്ടോ, ആ കർവ് കൊടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു 4 ഓപ്ഷൻ കാണും. അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് ഇവിടെയാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഈ ഗ്രാഫ് കറക്റ്റായിട്ട് നോക്കിയിട്ട് നിങ്ങളവിടെ സെറ്റ് ചെയ്യുക. ഈ ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് കണ്ടോ, അത് കറക്റ്റ്. ഈ ഗ്രാഫ് നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇനി വേറെ എവിടെയും നോട്ട് ചെയ്തിട്ടോ കറക്റ്റായിട്ട് എടുക്കാവുന്നതാണ്. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ഫോട്ടോ വേണമെങ്കിൽ സ്ക്രീനിൽ കാണിച്ചു കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ അതേപോലെ കർവ് അതിൽ സെറ്റ് ചെയ്താൽ മതി. പിന്നെ അടുത്ത ഇതിലെന്ത് നോക്കണമെന്ന് വെച്ചാൽ ഈ വൈറ്റ് മാത്രമാണ് ഡിഫറെൻറ്റ് കളറായിട്ടുള്ളൂ. ബാക്കി ഈ റെഡ്, ഗ്രീൻ, ബ്ലൂ അതെല്ലാം ഒരേ തരത്തിലുള്ള ഗ്രാഫാണ്. മൂന്നും ഒരേ രീതിക്ക് തന്നെ സെറ്റ് ചെയ്താൽ മതി. വേറെ അതിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. മൂന്നും ഒരേ ഗ്രാഫാണ്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് മൂന്നും ഒരേപോലെ അങ്ങോട്ട് സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ പക്കയാണ്. അതേസമയം ഈ കർവിൻ്റെ അവിടെ മാത്രം നമ്മൾ ഇത്തിരി ശ്രദ്ധിക്കാനുള്ളൂ. വേറെ ഇതെല്ലാം വാല്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കും. പക്ഷേ ഈ കർവിൻ്റെ ഭാഗത്ത് മാത്രം നമുക്ക് കുറച്ച് എഫേർട്ട് എന്തായാലും കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇനി എന്തായാലും വെച്ചാൽ ചെയ്യാം. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടിന് വേണ്ടിയിട്ടുള്ള പിക്ക് ഞാൻ വേണമെങ്കിൽ സ്ക്രീനിൽ കൊടുക്കാം. നിങ്ങളത് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ സെറ്റ് ചെയ്താലും മതി. അപ്പോൾ ഈ ഒരു 3 കളർ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, റെഡ്, ഗ്രീൻ, ബ്ലൂ. ബാക്കി വൈറ്റ് മാത്രം അത് സെപ്പറേറ്റ് ആണ്. അപ്പോൾ രണ്ട് ഞാൻ തന്നെ കൊടുക്കാം. അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. പിന്നെ കുറച്ച് വീഡിയോ കുറച്ച് സ്പീഡാക്കി തരും, കാരണം ഇത് ഒരുപാട് ലെങ്ത്തായി, ഒരു 10 മിനിറ്റിൻ്റെ അടുത്തൊക്കെ എത്താറായി. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ കുറച്ച് സ്പീഡാക്കി തരാം. അപ്പോൾ ഈ ഗ്രാഫും കൂടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ലാസ്റ്റ് നമ്മളിനി ഒന്നുകൂടെ കളർ സെക്ഷനിൽ പോകണം. കളർ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ വെച്ചാൽ അവിടെ മിക്സിൻ്റെ ഓപ്ഷൻ കണ്ടോ, ഇനി അവിടെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാനുള്ളത് അതേ വാല്യൂ കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് റെഡാണ്. അപ്പോൾ റെഡിൻ്റെ ഫസ്റ്റിലെ ഓപ്ഷനിൽ എത്ര കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു +20 കൊടുത്താൽ മതി. ഒരു +20 കൊടുക്കുക. പിന്നെ താഴത്തെ ഓപ്ഷനിൽ -6 കൊടുക്കുക. സാറ്റുറേഷൻ പിന്നെ ലൂമിനസ് എത്ര കൊടുക്കുകയെന്ന് വെച്ചാൽ ഒരു -12 ആ റേഞ്ചിൽ കൊടുത്താൽ മതി. പിന്നെ അതിനുശേഷം ഇതെത്ര ഞാൻ കുറച്ച് സ്പീഡായി പറഞ്ഞത്, കാരണം നിങ്ങൾക്ക് ഒരുപാട് ലാഗ് അടിക്കാനും പാടില്ലല്ലോ. പിന്നെ ഓറഞ്ച് സെക്ഷനിൽ പോയിട്ട് HUV ഒരു -13 ആ റേഞ്ചിൽ കൊടുക്കാം. പിന്നെ സാറ്റുറേഷൻ ഒരു +22 ആ റേഞ്ചിൽ കൊടുക്കാം. ലൂമിനസ് ഒരു എന്താ പറയുക, ഒരു 68 69 ആ റേഞ്ചിൽ കൊടുക്കാവുന്നതാണ്. ഇത് ഞാൻ കുറച്ച് സ്പീഡാക്കുന്നത് പറഞ്ഞല്ല, വീഡിയോ ഒരുപാട് ലെങ്ത്തായി പിന്നെ നിങ്ങൾക്ക് കാണുമ്പോഴേക്കും കുറച്ച് ബോറടിക്കും. പിന്നെ ഇനി അടുത്ത് നമുക്ക് നോക്കുന്നത് യെല്ലോ കളറാണ്. യെല്ലോ കളറിൻ്റെ അവിടെ HUV അത്യാവശ്യം ഒരു 85 -85 ഒക്കെ കൊടുക്കുക. പിന്നെ സാറ്റുറേഷൻ എത്ര കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു -30 കൊടുക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ലൂമിനസ് ഒരു +42 ആ റേഞ്ചിൽ കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ വെച്ചാൽ ഗ്രീനാണ് പിന്നെ അടുത്ത നോക്കാനുള്ളത്. ആ അപ്പോൾ ഗ്രീനിലെ ഈ HUV എത്ര കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു -93 ആ റേഞ്ചിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്ക്രോൾ ചെയ്തിട്ട് വേഗം ആക്കുക, കാരണം
വേഗമാക്കേണ്ട മെല്ലെ ആക്കിയാൽ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാണ്. പിന്നെ സാറ്റുറേഷൻ ഒരു -52 റേഞ്ച് കൊടുക്കുക. ലൂമിനസ് ഒരു +26 27 ആ റേഞ്ചിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ 27 ഓക്കെ. ഇനി അത് കഴിഞ്ഞെന്ന് വെച്ചാൽ ബ്ലൂ, ഇത് ലൈറ്റ് ബ്ലൂ ആണ്. ആ ലൈറ്റ് ബ്ലൂവിൻ്റെ ഒരു ഫസ്റ്റത്തെ HUV ഒരു -34 36 ആ റേഞ്ചിൽ കൊടുക്കുക. അതിൻ്റെ സാറ്റുറേഷൻ അത്യാവശ്യം ഒരു -60 ഓക്കെ 60 ആ റേഞ്ചിൽ കൊടുക്കുക. പിന്നെ ലൂമിനസ് ഒരു 37 ഓക്കെ +37 ആ റേഞ്ചിൽ കൊടുക്കുക. പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ ആണുള്ളത്. ഡാർക്ക് ബ്ലൂവിൻ്റെ HUV അത്യാവശ്യം ഒരു അപ്പോൾ അതൊരു -10 ഒക്കെ കൊടുക്കുക. പിന്നെ സാറ്റുറേഷൻ ഒരു -53 ആ റേഞ്ചിൽ കൊടുക്കുക. പിന്നെ അതിൻ്റെ ലൂമിനസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളത് വയലറ്റ് കളറാണ്. വയലറ്റ് കളറിൽ HUV ഒരു -82, പിന്നെ സാറ്റുറേഷൻ ഒരു -45, പിന്നെ അതിൻ്റെ ലൂമിനസ് ഒരു -33 ആ റേഞ്ചിൽ കൊടുക്കുക. ഓക്കെ അത് കൊടുത്തതെന്ന് വെച്ചാൽ ലാസ്റ്റത്തെ ഓപ്ഷനാണ്. ഇതും കൂടി എന്ന് വെച്ചാൽ അത്യാവശ്യം എല്ലാം കഴിഞ്ഞു ഗൈസ്. അടുത്ത ഈ പർപ്പിൾ കളറാണ്. പർപ്പിൾ കളറിൻ്റെ HUV എത്രയാണെന്ന് വെച്ചാൽ ഒരു +26 ഓക്കെ 25 ആ റേഞ്ചിൽ കൊടുത്താൽ മതി. പിന്നെ സാറ്റുറേഷൻ ഒരു -57 ആ റേഞ്ചിൽ കൊടുക്കുക. പിന്നെ ലൂമിനസ് ഒരു -40 ഓക്കെ ആ റേഞ്ചിൽ മതി. അപ്പോൾ അങ്ങനെ ഈ മിക്സിൻ്റെ സംഭവങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്താ അടുത്തെന്തെന്ന് നോക്കിയാൽ ഈ മിക്സിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഗ്രേഡിങ് പറഞ്ഞിട്ടുണ്ട്, കളർ ഗ്രേഡിങ്. അതിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ അല്ല, അതിൽ ഒരു മൂന്നാമത്തെ സർക്കിൾ ഉണ്ടല്ലേ, അതിൽ കൊടുത്തതിന് ഹൈലൈറ്റ്സ്. അപ്പോൾ അതിൻ്റെ തൊട്ട് ഇതാണ്ട് ഈ ഒരു സാധനം അതിൽ കൊടുത്തതെന്ന് വെച്ചാൽ ഈ രണ്ടെണ്ണം കാണും, HUVയും സാറ്റുറേഷൻ. അതായത് HUV ഒരു 131 ആ റേഞ്ചിൽ കൊടുക്കുക കുറച്ച് ഓക്കെ അത് കൊടുക്കുക. പിന്നെ സാറ്റുറേഷൻ ഒരു 8 കൊടുത്താൽ മതി. അത് ജസ്റ്റ് ടച്ച് ചെയ്ത് പോയാലും മതി. ഓക്കെ +8. അങ്ങനെ കളർ ഗ്രേഡിങ് കഴിഞ്ഞു. ഇനി അടുത്ത എന്താ നോക്കുക പറഞ്ഞു വെച്ചാൽ, അപ്പോൾ ഈ ഇത് ഡണ്ണ് കൊടുത്തിട്ട് നേരെ എഫക്റ്റിൻ്റെ സൈഡ് വേണം. ഇതാണ് എഫക്റ്റിൻ്റെ ഓപ്ഷൻ, അതിൽ കൊടുക്കുക. അതിൽ കൊടുത്തതെന്ന് വെച്ചാൽ കുറച്ചൊരു 3 ഓപ്ഷൻ കാണും. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ നോക്കണേ ക്ലാരിറ്റി. അത് കുറച്ചൊന്ന് മൈനസ് ചെയ്ത് കൊടുക്കുക, ഒരു -16 ആ റേഞ്ചിൽ വെച്ച് കൊടുക്കുക. ബാക്കി 2 ഓപ്ഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ മൂന്നാമത്തെ ഓപ്ഷൻ ഗ്രെയിൻ കണ്ടില്ലേ, അതിൽ എമൗണ്ട് ഒരു +5 അത് കൊടുക്കുക. പിന്നെ താഴത്തെ 2 ഓപ്ഷനും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതും കൂടി കഴിഞ്ഞ് വെച്ചാൽ ഡണ്ണ് കൊടുക്കുക. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ അടുത്ത എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡീറ്റെയിൽ കണ്ടില്ലേ, ഡീറ്റെയിലിൽ ഈ ഏറ്റവും ലാസ്റ്റ് കളർ നോയ്സിൽ അത് കൊടുക്കുക. കളർ നോയ്സിൽ അതൊരു +25 ആ റേഞ്ചിൽ കൊടുക്കുക. പിന്നെ താഴത്തെ 2 ഓപ്ഷനും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതും കൂടി കഴിഞ്ഞ ശേഷം നമ്മുടെ ഫോട്ടോ അത്യാവശ്യം നല്ല പക്കയുണ്ട് കണ്ടില്ലേ. ഇതാണ് നമ്മുടെ ബിഫോർ ഫോട്ടോ. വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയി അറിയാം, പക്ഷേ വേറെ വഴിയൊന്നുമില്ല. ആ ഗ്രാഫിൻ്റെയും കാര്യങ്ങളും മാത്രം കുറച്ച് ലെങ്ത് ഉള്ളൂ. ഞാൻ ശേഷം ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന വെച്ചാൽ സേവ് ടു ഡിവൈസ് കൊടുക്കാൻ പറ്റും. അത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഗാലറിയിൽ നേരെ ഈ ഫോട്ടോ വരുന്നതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, താങ്ക് യു.